എന്താ പ്രശ്നം? എത്ര ദിവസമായിട്ടുള്ളൂ? 4 ദിവസമായി. അതായത് 5 ദിവസത്തിലുള്ള ഇൻഫെക്ഷൻ അറിയില്ലെങ്കിൽ പിന്നെ വന്നാൽ മതി. ബ്ലഡ് ടെസ്റ്റിംഗ് ഹീമോഗ്ലോബിൻ കുറവാ, വേറെ ഒന്നും പേടിക്കാനൊന്നുമില്ല. ഭക്ഷണം കഴിക്കാറില്ലേ? ശരിക്കും കഴിക്കാറൊന്നുമില്ല. ഞാൻ എന്തായാലും 1 മാസത്തേക്കുള്ള ടാബ്ലറ്റ് ഞാൻ ഇതുകൊണ്ട് നല്ലപോലെ കഴിക്കായി. നടക്കൊന്നും വരുത്താണ്ട് ഞാൻ ഇവിടെ കഴിക്കാം. താല്പര്യം ഡൈവോഴ്സോ? എന്റെ ജോലിയുടെ ഭാഗമായിട്ടാണ്. ഞാൻ ടൈമൊക്കെ കൊടുക്കാറുണ്ടല്ലോ, ഫാമിലിക്ക് വേണ്ടി ഞാൻ സെപ്പറേറ്റ് ടൈം കൊടുക്കാറുണ്ട്. എന്നിട്ട് ഇപ്പൊ എന്താ ഇങ്ങനെ?
രണ്ട് സൈഡിലൂടെ നല്ല ചൊറിച്ചിൽ 2 ദിവസം ഒരാഴ്ച. സാറേ മകള് ഓൺലൈൻ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായി വാങ്ങിയ ഓർമ്മയില്ല, ഇതൊന്ന് നോക്കാവോ? അത് ഉപയോഗിച്ചതിന് ശേഷമാണ് നമ്മുടെ കടുത്ത് വെച്ചിട്ടുള്ളത്. സാർ അപ്പൊ ഇത്രയും പ്രശ്നങ്ങളൊക്കെ വന്നല്ലോ, അപ്പൊ അത് CT സ്കാൻ ചെയ്ത് നോക്കിയാലോ? ഇത്ര നിങ്ങൾക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ബാക്കി കൂടി നിങ്ങൾക്ക് ചെയ്തു പോകും. ഇത് എന്ത് ഡോക്ടർ, പിന്നെന്തിനാ ഇയാളെ കസേര കയറിയിരിക്കുന്നേ? ഡോക്ടർ, ഒരു ആക്സിഡന്റ് കേസ് ഉണ്ട്. കണ്ടീഷൻ അല്പം സീരിയസ് ആണ്. ഞാൻ വന്നോളാം. ആ ചെയ്യാറിനോട് വിളിച്ചോ? ശരി. ഞാൻ ഒരു ഓൾമെന്റ് അപ്ലൈ ചെയ്താൽ ഭാരത ചേട്ടക്കാരെ കല്യാണത്തിന് പോയതാ, ആക്സിഡന്റ്. ഡോക്ടർ ഇവിടെ ഡോക്ടർ പോരാട്ടോ, കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് ഡോക്ടർ ഇപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യും. നിങ്ങൾ പുറത്തേക്ക് പോയി. കുഴപ്പമില്ല, കുഴപ്പമില്ല. എന്താ ഡോക്ടർ, റോഡ് ആക്സിഡന്റ് ആണ്. മൾട്ടിപ്പിൾ ഇഞ്ചുറീസ് ഉണ്ട്. നിങ്ങൾക്ക് ഡോക്ടർ നല്ല പേടിയാണ് ഡോക്ടർ. സ്റ്റാർട്ട് ചെയ്യും. ഏറെ ചെയ്യും. Yes, doctor. 1 milligram അഡിനൽ ഇഞ്ചക്ട്. നിങ്ങൾ ഞാൻ പറയുമ്പോൾ ചെയ്യും. ഡോക്ടർ പറഞ്ഞതല്ലേ. ഡോക്ടർ, ഇതൊക്കെ വേരിയേഷനാണ്. നിങ്ങൾ എന്താ ചെയ്തേ? ഡോക്ടർ, 1 milligram അഡ്രിനാലിൻ. ഞാൻ ഡയറക്റ്റ് ഞാൻ പറഞ്ഞത് ചെയ്യാൻ. No, doctor. അഡ്രിനാലിൻ 1 milligram. ഇതിനൊക്കെ ഇനി ആരെ ആൻസർ പറയും? അശോകിന്റെ പരിശോധന ചെയ്തു. കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു ഡോക്ടർ. ആൾക്ക് ഇങ്ങനെ നടക്കാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ആള് ലെഫ്റ്റ് സൈഡ് പാരലൈസ്ഡ് ആയിട്ടാണ്. ആളുടെ ലെഫ്റ്റ് സൈഡ് ഫുള്ള് പാരലൈസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് പറഞ്ഞത്? എനിക്ക് കുഴപ്പമില്ലല്ലോ. ഡോക്ടറുടെ ഡോക്ടറെ വിളിക്ക്, ഡോക്ടറുടെ ചേട്ടന് കുഴപ്പമില്ലാതെ കൊണ്ടുവന്ന എത്ര പെട്ടെന്ന് വിളിക്ക്. പാലക്കാട് വീണ്ടും ഗുരുതര ചികിത്സാ പിഴവ് ആരോപണം. സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അശോകൻ 37 വയസ്സുകാരനാണ് ഈ ദുരനുഭവം. വിശദ വിവരങ്ങളുമായി അനുശ്രീ ചേരുന്നു. രോഗിയുടെ ബന്ധുക്കൾ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഉയർന്ന അളവിൽ മരുന്ന് കുത്തിവെച്ചതിനെ തുടർന്ന് രോഗിക്ക് പക്ഷാഘാതം സംഭവിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കിട്ടിയ വിവരമനുസരിച്ച് രോഗിയെ പരിചരിച്ചിരുന്നത് ജൂനിയർ ഡോക്ടർമാരാണ്. മുതിർന്ന ഡോക്ടർ അവർക്ക് മതിയായ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നില്ല എന്നതാണ് രോഗിയുടെ ബന്ധുക്കൾ ഉന്നയിക്കുന്ന ആരോപണം. തുടർന്നുള്ള ചികിത്സയ്ക്കായി രോഗിയെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. കേസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. അതിനുശേഷമാകും തുടർ നടപടികൾ. This tragic sequence illustrates how even the most skilled professionals are susceptible to the ripple effect of personal crisis. When the doctor's internal stability was fractured by the advocate's call, his clinical focus shattered along with it, which led to a major lack of communication between the doctors, and thus the patient had to suffer serious consequences.